ആ ഇമ്മ സുഖാണ്, കൊഴപ്പൊന്നുമില്ല. ഇല്ല ഇല്ല, ഞാൻ അടുക്കളേക്കൊന്നും കയറിയിട്ടൊന്നുമില്ല. എന്താ ഈ നോമ്പിന് ഇത്ര തോന്നെ വെച്ചുണ്ടാക്കാനുള്ളത്? പിന്നെ വെച്ചുണ്ടാക്കാനൊക്കെ എന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ. ഏ, ഞാൻ പണിയെടുക്കേ? അയിന് ഞാൻ വേറെ ആളാവണം. ഉമ്മാന്റെ തന്നെ മോള്, അപ്പൊ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇമ്മ എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്ന എല്ലാ കാര്യങ്ങളും എന്റെ മനസ്സിലുണ്ട്. ആ തള്ളനെ ഞാൻ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കും. പിന്നെ അത് മാത്രല്ലല്ലോ, എന്റെ മാപ്പിള നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് ഉണ്ടാക്കണ പൈസ അല്ലേ, അതിപ്പോ കണ്ണി കണ്ട ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ട് നിക്കാനോട് വേലക്കാരത്തിന് നിർത്തണ്ടാന്ന്. ആ, എന്നോട് പണിയെടുക്കാൻ നിശ്ചയുണ്ടോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല, എന്റെ വരെയൊന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഓലമ്മ എടുക്കുമല്ലോ, അതന്നെ ഒരു സമാധാനം. ഉം അറിയില്ല, എന്തൊക്കെ ഉണ്ടാക്കിക്കണോന്ന് എനിക്കറിയില്ല. ആ ഉം. ആ, എന്നാ ശരി, എന്നാ ഞാനൊന്ന് പോയോക്കട്ടെ എന്റെ അമ്മായിമ്മ എന്തൊക്കെയാ ചെയ്യണെന്നുള്ളത്. ആ, ആയിക്കോട്ടെ. തള്ളനെ ഞാൻ ഒരു പാഠം ഞാൻ പഠിപ്പിക്കും. ഇതിപ്പോ ആരാ അടുക്കളയിൽ പുതിയ ഒരാള്? ആരാണ്? ആ, മോള് നീച്ച് വരുന്നുള്ളൂ. ഞാനേ ഇവിടെ എന്നും പണിക്ക് വരുന്നതാണ്. എന്റെ പേരതാ 4 പേര അപ്പുറത്താണ്. മോളിന്ന് കണ്ടിട്ടുണ്ടാവൂല, ഞാൻ 4 ദിവസമായിട്ട് ലീവ് ചെയ്യുന്നു. കുട്ടിക്ക് പനിയൊക്കെ ആയിട്ടേ. അപ്പൊ ഇന്ന് മുതൽ ഇപ്പൊ പണിക്ക് വരല് തുടങ്ങിയ, ഇപ്പൊ നോമ്പല്ലേ. നിങ്ങളോട് ആരെങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആ, ഇവിടുത്തെ ഉമ്മയാണ് ഇന്നെ ഇവിടെ ആക്കിയത്. പിന്നെ മോനക്കും അറിയാലോ, മോനല്ലേ ഇപ്പൊ എനിക്ക് ശമ്പളമൊക്കെ തരുന്നത് മാസത്തിലേ. എത്ര ഉണ്ട് ശമ്പളം? ഇക്ക അതിനത്രൊന്നും ഇല്ല മോളെ. ഇക്ക ആകെ 5000 ഉറുപ്പ്യ മാസം. ഞാനിവിടെ അടിച്ചൊരു തുടക്കാനും തിരുമ്പാനും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാനൊക്കെ വരല്. ഇപ്പാണെങ്കി വെച്ചുണ്ടാക്കാനൊന്നും ഇല്ലല്ലോ, നോമ്പൊക്കെ ആയപ്പോ. എന്തായാലും ഇവിടുത്തെ ഉമ്മ 5000 ഉറുപ്പ്യയും അതിൽ ചിലപ്പം കൂടുതലൊക്കെ തരലുണ്ട്. നോമ്പായിട്ട് സക്കാത്തും പൈസയും തരലുണ്ട്. നല്ലൊരു ഉമ്മയാണ് എന്തായാലും ആൾക്ക് കിട്ടിയിരിക്കണത്. അതെ. ആ, എന്താ നിങ്ങളെ മാക്സി ഒക്കെ ഇങ്ങനെ കുറച്ച് വൃത്തിയുള്ളതൊക്കെ ആ, ഇട്ടൂടെ? ഇത് ഞാൻ പണിക്കൊക്കെ പോകുമ്പോ ഇടുന്ന മാക്സിയാണേ. പിന്നെക്ക് വലിയ പൈസ ഒന്നും ഇല്ല സാധനങ്ങളൊക്കെ വാങ്ങാനേ. കുട്ടികളൊപ്പം മരിച്ചിട്ട് ഇപ്പൊ 3 കൊല്ലായി. അതിന്റെ ശേഷം ഞാനിങ്ങനെ പണിക്ക് പോവല് തുടങ്ങിയത്. അപ്പൊ ഇതുമ്മന്നൊക്കെ കിട്ടീട്ട് വേണം കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഞാന് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കലൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ലാതെ വൃത്തിയൊക്കെ ഉള്ള മാക്സി തന്നെയാണ്. ഇന്ന് തിരുമ്പി നേരാക്കണ തന്നെയാണ്. എന്നാ നടക്കട്ടെ. കുട്ടിക്ക് എന്നെ പറ്റിയിട്ടില്ല തോന്നുന്നുണ്ട്. എന്റെ കോലും കുട്ടിയൊക്കെ വലിയോടത്തുനിന്ന് വന്നതല്ലേ, സാരില്ല. നല്ലൊരു കുട്ടി തന്നെയാണ്. എന്തായാലും ഓനക്ക് ഇങ്ങനെ ഒന്നിനെ കിട്ടിയത് നന്നായുള്ളൂ. നല്ല സ്വഭാവല്ലേ ഇവിടുത്തെ മോനും. ഉമ്മാക്കും തന്നെ എന്നെ ഭയങ്കര ഇഷ്ടം. അതേപോലെ ഓളോടും ഇഷ്ടം ഉണ്ടായിക്കോളും. പണി കഴിഞ്ഞിടി. ആ, കയ്യാനായി. ഞാൻ തിരുമ്പാനുള്ളത് ഒന്നും കൂടി തിരുമ്പിട്ടാ മാത്രം മതി. നിങ്ങളെ മരുമോള് ഇങ്ങോട്ട് വന്നിരുന്നു. നല്ലൊരു സ്വഭാവമുള്ള കുട്ടിയാട്ടാ. എന്തായാലും നിങ്ങളെ മോനക്കെല്ലാം ചേരും. എന്നോട് എന്തേലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാ ഇന്നതുവരെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്ത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ലീവ് ചെയ്യുന്നു, കുട്ടിക്ക് വയ്യാതായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞേ. അവളാണ്ട് പോയി നൗത്തക്ക്. ആ, അപ്പൊ കണ്ടിട്ട് കൊഴപ്പൊന്നും കാണാനില്ല. എന്താ പാടുന്ന് പടച്ചോൻക്കറിയാം. പിന്നെ ഇന്നിപ്പോ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ തരുണ്ടോ? സാധനങ്ങളൊന്നും വാങ്ങാനും ഇല്ലേ. ആ, പൈസ അല്ലേ, ഇജ്ജ് പോകുമ്പോ പറഞ്ഞാ മതിയടി, ഞാൻ അവിടെ തരാം. ഇജ്ജ് ഇനി വേഗം പണിയോട് വെച്ചിങ്ങനെ പോവാൻ നോക്കിക്കാളാ. കുട്ടിക്ക് പനിയുള്ളതല്ലേ, അതിന് വേഗം പോയിട്ടാ മരുന്നൊക്കെ കൊടുത്താളാ. ആ, ആയിക്കോട്ടെ.
എന്താണ് കൊടുന്നിരിക്കണം തൊട്ടി പിഴിഞ്ഞിട്ടുള്ള അമ്മ ആരടുക്കളയില് പുതിയൊരു പണിക്കാരത്തി വന്നിക്കണ്. ഓള് ഇപ്പൊ കൊറേ കാലായി നമ്മളോടെ എങ്ങനെ ആയാലും 2-3 കൊല്ലായിട്ടുണ്ടാവും ഓള് പണിക്ക് വരല് തുടങ്ങിയിട്ട്. ഓളെ മാപ്പിള മരിച്ചിരിക്കണേ. അപ്പൊ അതിന്റെ ശേഷം ആ കുട്ടികളെ നോക്കാൻ വേണ്ടിട്ട് ഓള് ഓരോ പെരേല് ഇങ്ങനെ പോവുന്നേന്ന്. ഇപ്പൊ ഇവൾക്ക് ഇവിടെ തന്നെ ഉള്ളു പണി. എന്താ ചോദിക്കാൻ കാരണം? എന്തിനാണ് ഓലൊക്കെ നിർത്തുന്നത്? ഇവിടുത്തെ പണികളിപ്പോ ഞമ്മക്ക് എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. എന്തായാലും നാളെ മുതൽ ഓല് വരണ്ട. അല്ല ഓളഞ്ഞിപ്പൊ പിരിച്ചു വിട്ടിട്ടുണ്ടെങ്കില് ആ പെണ്ണിന് വേറെ പണികളൊന്നും ഇല്ലല്ലോ, ഇവിടെ മാത്രല്ലേ ഉള്ളൂ. അതിപ്പോ എന്താ കാട്ടുക? ഓൽക്ക് പണിയില്ലാതൊക്കെ ഇപ്പൊ ഞമ്മള് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഓൽക്ക് പണി ഉണ്ടാക്കലും ഓലെ കടമയാണ്, അല്ലാതെ ഞമ്മളെ കടമല്ല. എന്തായാലും നാളെ മുതൽ ഓല് വരേണ്ട ആവശ്യമില്ല. ഒരു വൃത്തിയും വെടുപ്പും എന്ന് പറഞ്ഞാൽ അതില്ല. ആ മാക്സിലൊക്കെ ഒരു കോലം കണ്ടില്ല നിങ്ങള്? എങ്ങനെയാ ഉണ്ടാക്കി പച്ച വെള്ളം കുടിക്കാൻ തോന്നുക? ഞാൻ ആലോചിക്കട്ടെ എന്തായാലും. പിന്നെ ഒരു കുഞ്ഞനോട് പറഞ്ഞിട്ട് ഒരു 5000 ഉറുപ്യ എടുത്താട്ടോ. അവന്റെ അടുത്ത് തന്നിക്കണെന്ന് ഓൻ പറഞ്ഞു. നോക്ക് പൈസ കൊടുക്കാനേക്കണേ, നോമ്പല്ലേ. പിന്നെ ഓളാ ചെറിയ പെണ്ണിന് നല്ല പനിയാണ്. അതിനെന്തേലൊക്കെ കൊടുന്നു കൊടുക്കൊക്കെ ചെയ്തോട്ടെ. ആ പൈസ ഒന്ന് കാട്ടിട്ടാ. 5000 ഉറുപ്യേ? 5000 ഉറുപ്യ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3000 ഉറുപ്യ ഒക്കെ കൊടുത്താൽ മതി. പിന്നെ അതിപ്പോ തന്നെ കൊടുക്കും വേണ്ട, ഒരു മാസം തികയട്ടെ എന്നിട്ട് കൊടുക്കാം. പിന്നെ ഏതൊരു പണിക്കും പൈസ ഇല്ല. ഇവിടെ എന്തെല്ലാം ഒരു പണിയോട് എടുക്കണ്ട ആ പെണ്ണെന്ന് അറിയോ? എനിക്ക് ഈ കാലിന്റെ മുട്ടോണ്ടൊന്നും വെച്ചാത്ത കാരണം ഞാൻ അടുക്കളേക്കൊന്നും കേറലില്ല. ഇച്ചിപ്പോ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. ഞാൻ എടുക്കലാണ്. പിന്നെ എന്റെ മകള് വന്നിട്ടല്ലേ ഇവിടെ പണിയോട് എടുത്തിരുന്നത്. ഓളിപ്പോ ഇന്നലെ പോവും ചെയ്തില്ലേ. ഒക്കെ ഇജ്ജ് കണ്ടതന്നെയല്ലേ. നിന്നെ കൊണ്ട് വെക്കൂല എന്തായാലും അടുക്കളയിൽ കയറാൻ. അപ്പൊ ഓൾ എടുക്കന്നെ നല്ലത്. ഞാൻ ആലോചിക്കട്ടെ എന്തായാലും. ഞാൻ പൈസ എടുത്തു കാട്ടെ. 5000 ഉറുപ്യ എന്തായാലും കൊടുക്കണം. പൈസ എന്തായാലും ഇപ്പൊ കൊടുക്കാനില്ല. എന്റെ അടുത്തേക്ക് ഇക്ക തന്നിട്ടൊന്നുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ച് നോക്കി. എന്തായാലും നാളെ മുതൽ ഓല് വരണ്ട. ഞാൻ ആലോചിക്കട്ടെ എന്തായാലും. എന്താ ഈ പെണ്ണ് ഇങ്ങനെ വന്നിട്ട് കേറിപ്പോത്തിന് പെരന്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓള് തീരുമാനിച്ചാരായോ? ആ പെണ്ണ് ഇന്നും ഇന്നലെ വരല് തുടങ്ങിയെന്നല്ല, നല്ല പോലെ വെച്ചുണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇട്ടെടുക്കാൻ ഉണ്ടാവും ചെയ്യും. പെണ്ണിനെ കൊണ്ട് മനസ്സം മടങ്ങി. നിങ്ങളെന്താ കാട്ടുന്ന ഫ്രിഡ്ജില്? ഈ ബത്തക്കൊക്കെ ഇവിടെ വെറുതെ ഇരിക്കല്ലേ. എത്ര ഒരു കഷ്ണം ബത്തക്കയാണ്. ഞാൻ എന്താ പെണ്ണിന് കൊടുക്കട്ടെ. ആ കുട്ടികൾക്ക് നോമ്പാക്കുമ്പോത്തിന് കൊടുത്തോളും. ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നോമ്പാക്കണതല്ലേ. ഇതിപ്പോ ഇവിടെ ഇരുന്ന് വെച്ചിട്ട് ഇപ്പൊ എന്തായാലും നമ്മള് തിന്നൊന്നുമില്ല. കേടൊന്ന് പോവാനായിരിക്കും. അതെന്തിനാ അവിടെ കൊടുക്കണത്? എന്താ ഞമ്മക്കാന്നും വേണ്ടേ? ഇജ് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഐറ്റങ്ങൾക്ക് കൊടുക്കണം. എത്ര ഒരു ഫ്രൂട്ട്സ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ആദ്യം അതൊക്കെ തിന്ന് തീർക്കട്ടെ. ഈ പെരന്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട ആൾക്കാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവൂല. എന്തമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ? ഞാൻ അമ്മാനെ പറ്റിട്ട് ഇങ്ങനെ ഒന്നല്ല വിചാരിച്ചിരുന്നത്. എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. ഇതിപ്പോ ഇനി എത്ര ഉൾപ്പെടെ മുതലാന്നറിയോ? ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പക്ഷെ ഇമാതിരി സ്വഭാവം നീ എല്ലേതും ഒരുക്കാണ്ട് കൊടുക്കണം വെച്ചാല് പണിയെടുത്ത പൈസ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പെരനുള്ളിലുള്ള സാധനങ്ങളും കൊടുക്കണം. എന്താ മോളെ ഒരാൾക്കൊരു സാധനം കൊടുക്കണേന് ഈ ഇങ്ങനെയൊക്കെ പറയണത്? ഈ ഒരു ബത്തക്ക കഷ്ണം വാങ്ങാൻ എന്റെ മാപ്പിളയുടെ ഒരു മാസത്തെ പൈസ ഒന്നും വേണ്ട. താത്താ, ഞാൻ പോവാട്ടാ. അതെ വരുന്നടി. കേക്കില്ലേ? ഇതേ ഒരു 2 കഷ്ണം ബത്തക്കയാണ്. ആ കുട്ടികൾക്കാണ് കൊടുത്താളാ. ഒന്നും വേണ്ടന്നു. അത് ഞാന് വാങ്ങി കൊടുത്തോണ്ട്. പൈസ പൈസ ഞാൻ വൈകുന്നേരത്താണ്ട് എത്തിച്ചേരാം. ചെക്കപ്പ് അയച്ചിട്ടില്ല. ഓനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോത്തിന് തരാന്ന് പറഞ്ഞിക്കണ്. ഞാന് കൊടുന്നന്നാ മതിയില്ലേ? ആയിക്കോട്ടെ. ഇപ്പൊ ധൃതിയില്ല. നിങ്ങള് വൈകുന്നേരം കൊടുന്നന്നാ മതി.
എന്നാ ഇനി നാളെ രാവിലെ വരട്ടെ. ഇനി വേറെ പണികളൊന്നും ഇല്ലല്ലോ? ആയിക്കോട്ടെ, എന്ന് വെച്ച് നാളെ വായോ. നാളെ മുതൽ ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ഇനി പണിക്കാരത്തിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഇനി വരണ്ടാന്ന് പറഞ്ഞാ ഇങ്ങനെ എനിക്ക് വേറെ എവിടെയും പണിയില്ലല്ലോ, ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത്രയും ദിവസം ലീവ് ആയതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞില്ലേ രാവിലെ, കുട്ടിക്ക് തീരെ വെയിച്ചിരുന്നില്ല. ഇപ്പോഴും നല്ല പനിയാണ്. ഞാൻ ഓളെ ഒറ്റക്കാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിക്കണ്. ചെന്നിട്ട് വേണം മരുന്നൊക്കെ കൊടുക്കാന്. എനിക്ക് വേറെ എവിടെയും പണിയില്ല കുട്ടിയെ. എന്റെ കോലം കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ നാളെ മുതലും പുതിയ മാക്സി ഒക്കെ ഇട്ട് വന്നോളാ. എന്നാലും ഇജ്ജ് വരണ്ടാന്ന് പറയില്ലേ? എന്താ താത്ത ഞാൻ ചെയ്തത് ഇങ്ങനൊക്കെ പറയാന്? നിങ്ങക്ക് പണിയുണ്ടോ പണിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങളെ സേവനം ആവശ്യമില്ല. നിങ്ങളെ പൈസ അല്ലേ അത് ഉണ്ടാവുമ്പോ തരണ്ടി. ഇവള് പറഞ്ഞത് ശരി തന്നെയാണ്. ഇനി നാളെ മുതൽ വരണ്ട. പിന്നെ എന്താ പറയാ, ഇനിയിപ്പോ നോമ്പൊക്കെ അല്ലേ, ഇനിയിപ്പോ ആളെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ വെറുതെ എനിക്ക് മാസം ശമ്പളം തരാൻ ഇവിടെ ഇങ്ങനെ അച്ചടിക്കൊന്നുമല്ലല്ലോ. നിങ്ങളിപ്പോ ഇങ്ങനെ പറയാ, ഞാൻ ഇവിടെ പണിക്ക് പോവുക, അതീ നോമ്പിന് ഒരു ഉറപ്പില്ലാതിരിക്ക. ഞാന് ഇവിടുത്തെ ഈ പൈസ കിട്ടണോണ്ടാ അവിടെ കഞ്ഞി വെള്ളം കുടിച്ച് പോണത്. നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ വരണ്ട പറഞ്ഞാലും ഞാൻ വേറെ എന്തേലും പണിക്ക് പോയിക്കൊണ്ട് ഈ നോമ്പ് പറ്റിങ്ങാണ്ടിക്ക് വേറെ പണിക്കൊന്നും പോവാൻ വെഞ്ചായിട്ടാണ്. ഇജ്ജ് വിഷമിക്കൊന്നും വേണ്ട. എന്റെ ആങ്ങളുടെ പെരേക്ക് എന്നോട് ചെല്ലാൻ പറഞ്ഞിക്കണ്. ഞാൻ വിളിച്ച് പറയും ചെയ്തേക്കണ്, നാളെ മുതൽ ചാണ്ട് പോയിക്കോ, മാസം 7,000 ഉറുപ്പ്യ തരും. ഞാൻ പറഞ്ഞേക്കണ് നല്ല പണിക്കാരത്തിയാണ്, എല്ലാ പണി നല്ല വൃത്തിയിൽ എടുക്കുന്നു. അനക്ക് ആ പേടി വേണ്ട. ഇനിയിപ്പോ ഇവിടെ അല്ലേ പണിക്കാരത്തി വേണ്ടായി ഉള്ളൂ. അത് സാരമില്ല. ഇനിയിപ്പോ നാളെ മുതൽ ആണ്ട് പോയിക്കോ. അതാണ് കൊണ്ടേക്കോ. വേണ്ടെന്നോ? ഞാൻ വാങ്ങി കൊടുത്തോണ്ട് ഒന്നും പറഞ്ഞാ പറ്റൂല. എന്നാ ഞാൻ പോട്ടെ എന്നാല്. ആയിക്കോട്ടെ, എന്ന് വെച്ച് പോയിക്കോ. നാളെ മുതൽ ഞാണ്ട് പോയിക്കോ. ഉമ്മാന്റെ കുട്ടിക്ക് സമാധാനം അതിനോളെ പറഞ്ഞയച്ചപ്പോ ഞാൻ പണിയെടുക്കുന്നു വിചാരിച്ചിട്ടേക്കാരം ഓള് അതിനെ പറഞ്ഞയച്ചിട്ടുണ്ടാവുക. എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനുള്ള നാടകം. അല്ലാതെ ഓൾക്ക് അവിടെ മേലിളകാൻ വേണ്ടിയിട്ടല്ല. കാണിച്ചു കൊടുക്ക എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്തപ്പോ ഇവിടെ വന്നിരിക്കണ്? എന്താപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണോണ്ട് പ്രശ്നം? ഇവിടെ ഇരിക്കണോണ്ട് എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല. ഇവിടെ വന്നിരുന്ന പണിക്കാരത്തിന് ഉമ്മാന്റെ കുട്ടിയോട് പറഞ്ഞയച്ചില്ലേ? ഇതെന്താ വിചാരിച്ചത്? അന്റെ പെരേത്തെ പോലെ ഇവിടെ കാലും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കാന്നോ? ഞാനും തന്നെ ഏത് വരെ പോകും നോക്കാൻ വേണ്ടി തന്നെ ഞാൻ ഓളപ്പെടുത്തും പറഞ്ഞയച്ചത്. ഓൾക്ക് സുഖമായി. എന്റെ ആങ്ങളുടെ പേരില് 7,000 ഉറുപ്പ്യ ശമ്പളത്തിൽ ഓൾക്ക് പണി കിട്ടി. ഇവിടെ വെറും 5,000 അല്ലേ ഉള്ളൂ. അതും ഇജ്ജ് തരാൻ സമ്മതിക്കണൊന്നുമില്ലല്ലോ. ഇന്ന് മുതലേ ഇജന്നെ ഈ പെരന്റുള്ളത്തെ പണികൾ എടുത്താൽ മതി. ഇക്ക് എന്തായാലും ഈ പെരന്റുള്ളത്തെ പണികൾ എടുക്കാൻ ഇക്ക് വെക്കൂല. കാരണം എന്റെ കാലിന്റെ മുട്ടോണ്ട് എനിക്ക് വെച്ച. അതുകൊണ്ടാണ് ഞാൻ ഓളെ ഇവിടെ പണിക്കാക്കിയത് തന്നെ. 3-4 കൊല്ലായിട്ട് ഓള് ഇതിന്റെ ഉള്ളിൽ പണിക്കാരത്തിയാണ്. ഇനി ഉമ്മാന്റെ കുട്ടിയോണ്ട് എടുത്തോ. എന്റെ മകൾ ഇനി ഇപ്പടുത്ത കാലത്തൊന്നും ഓളും വരൂല. ഓളെ കുട്ടിക്ക് സ്കൂളും മദ്രസും ഒക്കെ തുടങ്ങിയിരിക്കും. ഇജുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ. പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? വേലക്കാരത്തിനെ നിർത്തണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഓൾക്ക് പൈസ ഒക്കെ കൊടുക്കണ്ടേ? അപ്പൊ ഇജന്നെ എടുക്കാൻ നല്ല. വേഗം വൈകുന്നേരത്തിനുള്ള കടിക്കുള്ളതൊക്കെ നോക്കി. കാള ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ ഇരിക്കണ. അത് കറി വെക്കേ പൊരിക്കേ എന്ത് കാട്ടിയാലും വേണ്ടിയില്ല. പിന്നെ ആ പരിസരത്തേക്ക് വിളിക്കാനും നിക്കണ്ട. ഞാൻ ഇട്ട് വരൂല്ല. ഞാൻ നോക്കിയൊക്കെ പണിയോളൂ. ഞാനോ? എനിക്ക് അടുക്കളത്തെ പണികൾ എടുക്കാനൊന്നും അറിയില്ല.
നിങ്ങളെടുത്തോളി. പിന്നെ ഇജ്ജ് എന്ത് കണ്ടിട്ടാടി ഓൾ അവിടുന്ന് പറഞ്ഞയച്ചേ? ഞാൻ എടുക്കൂച്ചിട്ടോ, എന്നെ കൊണ്ട് പണി പഠിപ്പിക്കാൻ വേണ്ടിട്ട് കാര്യമല്ല ഓൾ അവിടുന്ന് പറഞ്ഞയച്ചേ. അതെന്തായാലും നടക്കൂല. അതൊക്കെ എന്റെ പെരയിൽ പഠിക്ക. അനക്ക് ഇവിടെ നിക്കാൻ പറ്റുന്നത് നല്ലപോലെ നിന്നാ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ പെരേക്ക് പോയിക്കോ. അന്നെ ആരും ഇവിടെ ഇങ്ങനെ പുടിച്ച് കെട്ടിയിടൊന്നുമില്ല പോവണ്ട അറിഞ്ഞിട്ട്. നിന്റെ മകനോടല്ലേ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പണിയോളാണ് നോക്കൂട്. ഇവിടെ ഇവിടെ ഉള്ള ആള് പറഞ്ഞയച്ചെങ്ങാണ്ടോളൂ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വന്നിക്കണ്. നോക്കൂട്. ആന്റെ നീരാ തള്ളപ്പെടുത്തന്നെ നിന്നാ മതിയായി. ഇപ്പൊ ഞാൻ എടുക്കേണ്ടി വരും ഈ പഴന്റെ കൂടത്തെ പണിയോള്. എത്രങ്ങാനും അടിക്കാനും തുറക്കാനൊക്കെ ഉണ്ട്. വെച്ചുണ്ടാക്കാനാണെങ്കി അതും അറിയില്ല. എന്താ ഇപ്പൊ ചെയ്യ? പക്ഷെ ആകെപ്പെട്ട്. തള്ളക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പണിയും കിട്ടി 7000 ഉറുപ്പിക സാലറി. ഇവിടെ തന്നെ നിർത്തിയാ മതി. എന്നാ 5000 കൊടുത്താൽ മതി. ഇനിയിപ്പൊ ഇങ്ങോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 7000ന്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും.